നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഇതിനിടയിൽ 5 പ്രതികളുടെ അറസ്റ്റ് കൂടി ഇന്ന് പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. പെരിയ കല്യോട്ട് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി UDF നേതാക്കൾ രംഗത്തെത്തിയതോടെയാണ് പുതിയ നീക്കം. SP A ശ്രീനിവാസയുടെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘമാണ് പെരിയ കൊലക്കേസ് അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് SP ആയി സ്ഥാനമാറ്റം ലഭിച്ച A ശ്രീനിവാസ ജില്ലാ പോലീസ് മേധാവി സ്ഥാനം ഇന്നലെ ഒഴിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ കേസിന്റെ തുടരന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാർ തീരുമാനം. സംസ്ഥാന സർക്കാരിന് കീഴിലെ ക്രൈംബ്രാഞ്ച് സംഘത്തെ കേസന്വേഷണം ഏൽപ്പിച്ചാൽ നിലവിലെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ആശ്വാസമാകുമെന്നാണ് കണക്കുകൂട്ടൽ. റിയാസ് മൗലവി കൊലക്കേസടക്കമുള്ള പ്രമാദ സംഭവങ്ങളിലെ ശ്രീനിവാസിന്റെ അന്വേഷണ മികവ് പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണത്തിലും ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് പുതിയ തീരുമാനം. ഇതിനിടയിൽ കേസിൽ 5 പ്രതികളുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തി. കണ്ണൂർ ആലക്കോട് സ്വദേശി സുരേഷ്, കല്യോട്ട് സ്വദേശികളായ ജിജിൻ, അനിൽ, ശ്രീരാഗ്, അശ്വിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇന്നലെ അറസ്റ്റിലായ സജി ജോർജിന് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ്. ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സജിയെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലയാളി സംഘത്തിന്റെ വാഹനമോടിച്ചതും ഇയാളായിരുന്നു. കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്. കാസർഗോഡ് കല്യോട്ട് കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. സർക്കാരിന്റെ പ്രതിനിധിയായാണ് സന്ദർശനമെന്ന് മന്ത്രി പറഞ്ഞു. വികാരനിർഭരമായ രംഗങ്ങളാണ് കൃപേഷിന്റെയും ശരത്തിന്റെയും വീടുകളിൽ ഉണ്ടായത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പെരിയ കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകളിലാണ് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സന്ദർശിച്ചത്. സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ മന്ത്രിക്ക് മുന്നിൽ ഇരുവരുടെയും മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. രാവിലെ 9 മണിയോടെ കല്യോട്ടെ കൃപേഷിന്റെ ഓലക്കുടിലേക്കാണ് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിനൊപ്പം മന്ത്രി ചന്ദ്രശേഖരൻ ആദ്യമെത്തിയത്. തളർന്നിരിക്കുകയായിരുന്ന അച്ഛൻ മന്ത്രിയെ കണ്ടയുടൻ പൊട്ടിക്കരഞ്ഞ് മകനും കുടുംബത്തിനും പ്രാദേശിക CPM പ്രവർത്തകരിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. അമ്മ ബാലാമണിയെയും ആശ്വസിപ്പിച്ച ശേഷം ശരത്ലാലിന്റെ വീട്ടിലെത്തിയ മന്ത്രിക്ക് പിതാവ് സത്യന്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ പോലും സാധിച്ചില്ല. അതിന്റെ ജില്ലന്റെ പാർട്ടി നേതാക്കൾ പറഞ്ഞു സമാധാനപ്പെടാൻ നമ്മുടെ നാട്ടില് നമുക്ക് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇവര് വകവരുത്തി ഇവർ കൂടാതെ എപ്പോഴും അവിടെ ബ്രാഞ്ചകത്ത് നടക്കുന്ന കൂടാതെ നമുക്കൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെ കൂടാതെ. CPIM പ്രതിരോധത്തിലായ ഘട്ടത്തിൽ മന്ത്രിസഭയിലെ രണ്ടാമനും CPI നേതാവുമായ തന്റെ സന്ദർശനം സർക്കാർ പ്രതിനിധിയായിട്ട് തന്നെയാണെന്ന് മന്ത്രി റിപ്പോർട്ടറോട് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഗവൺമെന്റിൽ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായി അങ്ങനെയല്ലേ ഞങ്ങൾ കണക്കാക്കേണ്ടത്. കൊലപാതകം ദാരുണമായ സംഭവമെന്ന് തുറന്നു പറഞ്ഞ മന്ത്രി CBI അന്വേഷണമെന്ന കുടുംബാംഗങ്ങളുടെ ആവശ്യത്തെ ന്യായീകരിക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ അവരിതല്ല, ഇതിനപ്പുറത്ത് അന്വേഷണം വേണമെന്ന് പറയുന്നത് അവർക്ക് പറയാനുള്ള അവകാശമുള്ളതാണ്. അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പിന്നീടാണ്. അതിപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുന്നത്. അന്വേഷണം കാര്യക്ഷമമായിരിക്കുമെന്ന് വ്യക്തമാക്കിയതിനൊപ്പം സമാധാന യോഗം വിളിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയോ മാധ്യമങ്ങളെയോ അറിയിക്കാതെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്. മുൻപ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭീഷണി കോൺഗ്രസുകാരെ വെച്ചേക്കില്ലെന്ന് CPM നേതാവ് VPP മുസ്തഫയുടെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ഷമ നശിച്ചാൽ CPM എരുതിയിൽ പ്രതികരിക്കുമെന്ന് അറിയാമല്ലോ എന്നും അധികം കളിച്ചാൽ ചിതയിൽ വെക്കാൻ പോലും ഇല്ലാത്ത വിധം കോൺഗ്രസ് നേതാക്കൾ ചിതറിപ്പിച്ച് കളയുമെന്നാണ് മുസ്തഫ ഒരു പ്രസംഗത്തിൽ പറയുന്നത്. എന്നാൽ താൻ കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ലെന്നും പ്രസംഗത്തിലെ വാക്കുകൾ അടർത്തിയെടുത്തതാണെന്നും VPP മുസ്തഫ പിന്നീട് പ്രതികരിച്ചു.
പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതി പീതാംബരൻ ആക്രമിക്കപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ് ജനുവരി 7-ന് കല്യാട്ടെ CPIM പരിപാടിയിലായിരുന്നു CPIM നേതാവ് VPP മുസ്തഫയുടെ കൊലവിളി പ്രസംഗം. അധികം കളിച്ചാൽ ചിതയിൽ വെക്കാൻ പോലും ഇല്ലാത്ത വിധം കോൺഗ്രസ് നേതാക്കളെ ചിതറിപ്പിച്ച് കളയുമെന്നാണ് മുസ്തഫ പ്രസംഗത്തിൽ കൊലവിളി നടത്തുന്നത്. അവരുടെ പാതാളത്തോളം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. പീതാംബരനെയും സുരേന്ദ്രനെയും ഒരു പ്രകോപനവുമില്ലാതെ പകൽ നേരത്ത് ഇതുപോലെ ഒരു വൈകുന്നേരത്തിന് മിനിഞ്ഞാന്ന് മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഇത് പാതാളത്തോളമുള്ള ക്ഷമയാണ്. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തുനിന്ന് റോക്കറ്റ് പോലെ CPIM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്യോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റയൊരെണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത നേരത്ത് ചേറിപ്പോകും. അവൻ അങ്ങനെ ഒരു റോക്കറ്റ് പോലെ ക്ഷമയുടെ ഈ പാതാളത്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വരാനുള്ള ഇടയുണ്ടാക്കരുത്. അതുകൊണ്ട് കേൾക്കുന്ന കോൺഗ്രസുകാരും കേൾക്കാത്ത കോൺഗ്രസുകാരോട് സമാധാന യോഗത്തെ വിളിച്ചിട്ട് ബേക്കർ SIയും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് CPM പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേസെടുത്താലും പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് CPMന്റെ സ്വഭാവം രീതിയൊക്കെ അറിയാം. പാതാളത്തോളം ക്ഷമിച്ചു കഴിഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ സഖാവ് പീതാംബരനെയും സുരേന്ദ്രനെയും മിനിഞ്ഞാന്ന് മർദ്ദിക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ ക്ഷമിക്കുകയാണ്. എന്നാൽ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തിൽ നിന്ന് റോക്കറ്റ് പോലെ CPIM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്യോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത വിധം ചിതറിപ്പോകും മുസ്തഫ പ്രസംഗത്തിൽ പറയുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് VPP മുസ്തഫ. പ്രസംഗത്തിന്റെ വീഡിയോ CPM അനുഭാവികളുടെ ഫേസ്ബുക്ക് പേജിൽ പ്രചരിപ്പിച്ചിരുന്നു. അതിനിടെ കൊലവിളി പ്രസംഗം താൻ നടത്തിയിട്ടില്ലെന്ന് VPP മുസ്തഫ പ്രതികരിച്ചു. തന്റെ പ്രസംഗത്തിലെ വാക്കുകൾ അടർത്തിയെടുത്തതാണ്. ക്ഷമിക്കാനാണ് താൻ അണികളോട് ആവശ്യപ്പെട്ടത്. പീതാംബരനെയും സുരേന്ദ്രനെയും ആക്രമിച്ചതുവരെയുള്ള സംഭവങ്ങളിൽ പാർട്ടി ക്ഷമിച്ചെന്നാണ് പറഞ്ഞത്. കൂടുതൽ അക്രമങ്ങൾ നടത്തരുതെന്നാണ് പറഞ്ഞതെന്നും മുസ്തഫ പറഞ്ഞു. രാഷ്ട്രീയമായ പ്രശ്നം പീതാംബരനും കൂട്ടരും വ്യക്തിപരമായി എടുത്തതിന്റെ ഫലമായി ഉണ്ടായ ദുരന്തമാണ് കൊലപാതകമെന്നും മുസ്തഫ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. KM ഗോപിനാഥ്, CPIM നേതാവ് N മാധവൻകുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, കോൺഗ്രസ് നേതാവ് PM വേലായുധൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ KM ഗോപിനാഥ്, എന്ത് ന്യായീകരണമാണ് VPP മുസ്തഫയുടെ പ്രസംഗത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞു കേൾക്കുന്ന കൊലവിളി പ്രസംഗത്തിന് ഉള്ളത്? മുസ്തഫ കാസർഗോഡ് ഏതോ ക്ലോസ്ഡായിട്ട് ഇൻഡോർ മീറ്റിങ്ങിനകത്ത് പ്രസംഗിച്ച കാര്യം ഉച്ചഭാഷണിയിൽ നിന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ മാധ്യമത്തിലിരിക്കുമ്പോൾ, റിപ്പോർട്ടർ ചാനലിലിരിക്കുമ്പോഴാണ് കേൾക്കാനിട വന്നത്. സ്വാഭാവികമായിട്ടും PP മുസ്തഫ പ്രത്യേകിച്ച് ഈ കൊലപാതകം നടന്ന് അതിൻ്റെ വേദന അടങ്ങുന്നതിന് മുമ്പായി ഇത്തരത്തിലുള്ളൊരു വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗം നടത്തുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, 5-ാം തീയതിയാണ് കൊലപാതകം, 7-ാം തീയതിയാണ് ഈ പ്രസംഗം. പറയട്ടെ, വൈകാരികമായിട്ടാണ് ഇങ്ങനൊരു പ്രസംഗം നടത്തുന്നത് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്കതിനെ സഹതാപമുള്ള കുടുംബങ്ങൾക്ക് വേദനയുണ്ടാകുന്ന ഒരു പ്രസ്താവനയൊന്നും ഇപ്പോൾ നടത്താൻ പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ടോൺ നിങ്ങൾ ശ്രദ്ധിച്ചോ നികേഷ്? യഥാർത്ഥത്തിൽ CPIM കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കൊലപാതകം നടന്നതിന് ശേഷം വല്ലാതെ പ്രയാസത്തിലാണ് ഞങ്ങൾ. അല്ല, ന്യായീകരണം പറയൂ. ഇങ്ങനെ വാചകങ്ങൾ കുറെ കൂട്ടിവെക്കല്ലേ. പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ പാതാളത്തിൽ നിന്ന് റോക്കറ്റ് പോലെ CPM കുതിച്ചു കയറും. അതിന്റെ വഴിയിൽ പിന്നെ കല്യോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റ എണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത വിധത്തിൽ ചിതറിപ്പോകും. അല്ല, കൊലപാതക രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല CPM എന്ന് പറഞ്ഞു. എന്നാൽ CPMനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങ് പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, നിങ്ങൾക്ക് CPMന്റെ സ്വഭാവവും രീതിയും ഒക്കെ അറിയാമല്ലോ. അതെന്താന്ന് വെച്ചാൽ, ഈ വിഷയം ഉണ്ടായതിനു ശേഷം കത്തി കയറി ഗോവിന്ദൻ നായരെ പോലുള്ള ആളുകൾ, കോൺഗ്രസിന്റെ അവിടുത്തെ യുവതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം അവിടുത്തെ പ്രസംഗങ്ങളിലെല്ലാം CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ തട്ടിക്കളയും, ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള നിലയിൽ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ അത് കാണാത്തത്? അത് 5-ാം തീയതി അവിടെ പീതാംബരനും കൂട്ടർക്കും ആക്രമണം ഏൽക്കുന്നു, അത് അംഗീകരിക്കുന്നു. അവിടെ പോലീസ് കേസുണ്ട്. 7-ാം തീയതി VPP മുസ്തഫ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അവിടെ വന്ന് ഈ നിലയിലൊരു പ്രസംഗം നടത്തുമ്പോൾ, ഭീഷണി പ്രസംഗം നടത്തുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ CPMന്റെ 2 പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണ
എതിരായി നടന്നിട്ടുള്ള കൊലപാതകമാണ് ഇരട്ട കൊലപാതകം എന്നല്ലേ? നികേഷേ, ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും CPM ഡിഫെൻസീവിലാണ്. കാരണം CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ഈ കൊലപാതകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഒന്ന് ജയിലിലാണ്. CPIM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയും നടത്തുന്നില്ല, അങ്ങനെ നടത്തിയിട്ടില്ല, കൊലപാതക രാഷ്ട്രീയം അംഗീകരിക്കില്ല എന്ന് ഏറ്റവും ഒടുവിലത്തെ കൊലപാതകം വന്നപ്പോൾ പോലും റിയലൈസ് ചെയ്ത് വളരെ ഡിഫെൻസീവായിട്ട് ഈ കാര്യത്തിലൊരു നിലപാട്, ഞങ്ങൾ ഒഫൻസീവിലേക്കൊന്നും വന്നില്ല. അങ്ങനെ ഒരു പ്രതിരോധത്തിൽ CPM ഈ ആരോപണത്തിന് വിധേയമായപ്പോൾ വന്നപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു അക്രമ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമാവില്ല. പറയുന്നില്ല താങ്കൾ. ഇങ്ങനെ ഒരു പ്രസംഗം വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പം 3-4 ദിവസമായി ഇതെല്ലാം മാധ്യമങ്ങളിൽ ഒന്നാമത്തെ വാർത്തയാണ്, പത്രങ്ങളിൽ മുഖ്യ വാർത്തയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് VPP മുസ്തഫ എന്ന CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഒരു കൊലവിളി പ്രസംഗം പുറത്തേക്ക് വരുന്നത്. ആ കൊലവിളി പ്രസംഗത്തിന്റെ വാചകങ്ങൾ ഇതാണല്ലോ. ഇത് കൃത്രിമമായി ആരെങ്കിലും സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ CPMന്റെ ആസൂത്രണം ഉണ്ട് എന്നല്ലേ? അല്ലല്ല, അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല. CPMനെ പ്രതിരോധത്തിലാക്കുക മാത്രമല്ല, CPMനെ തീർത്ത് കളയും ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനമെടുത്താൽ അങ്ങനെ CPMന്റെ ചോര കുടിക്കാൻ മാത്രം കോൺഗ്രസ് വളരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിൽ അവർക്ക് സ്വാഭാവികമായിട്ടും വേദനയുണ്ടായിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ നിന്ന് 2 യുവാക്കൾ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള വേദനയൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ മുസ്തഫ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്തിരി ഷാർപ്പായിട്ടുള്ള വേർഡുകളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാനത് കേട്ടു. CPM എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ വൈകാരികമായി പോലും അദ്ദേഹത്തിന് പറയാൻ ഇടവന്നതിന്റെ പിന്നിൽ CPMന്റെ ഇതിന്റെ പുറത്ത് തീർത്ത് കളയും. ഈ മുസ്തഫയുടെ ഭാഗത്ത് നിന്ന് ഷാർപ്പായിട്ടുള്ള ഒരു പ്രസംഗമാണ് പുറത്തു വന്നിരിക്കുന്നത്. 5-ാം തീയതി അവിടെ പീതാംബരനും കൂട്ടർക്കും ആക്രമണം ഏൽക്കേണ്ടി വരുന്നു കോൺഗ്രസുകാരിൽ നിന്ന് തന്നെ. 7-ാം തീയതി VPP മുസ്തഫയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി, സ്വാഭാവികമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആ പ്രസംഗത്തിന് നേതൃത്വം അല്ലെങ്കിൽ മുഖ്യ പ്രാസംഗികനായി വരണമെങ്കിൽ ജില്ലാ കമ്മിറ്റി അവിടെ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത ദിവസം പിന്നീടുള്ള ദിവസങ്ങളിൽ കൊലപാതകം നടക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ. അതുകൊണ്ടാണ് ഇവിടെ VPP പറഞ്ഞത് നിങ്ങൾക്ക് CPMന്റെ സ്വഭാവവും രീതിയും ഒക്കെ അറിയാമല്ലോ. അതെന്താന്ന് വെച്ചാൽ CPMനെ തീർത്ത് കളയുന്നു മാത്രമല്ല, AKG ഭവൻ ആക്രമിച്ചു, ദിനേശ് പീഡിയിലെ തൊഴിലാളികളെ പോയി ആക്രമിച്ചു. ഇങ്ങനെ ഹർത്താലിന്റെ പുറത്ത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആരോപണ പ്രത്യാപനവും മാത്രമല്ല, പ്രതിയോഗികളെ വകവരുത്താന്നുള്ള കോൺഗ്രസിന്റെ നിലപാട് വന്നപ്പോ വൈകാരികമായി ആ കോൺഗ്രസിനകത്ത് അവിടുത്തെ CPMന്റെ നേതാവ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അല്ലല്ല, ഞങ്ങൾ ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്നില്ല. ജനുവരി 5-ന് പീതാംബരന് ആക്രമണം ഏൽക്കുന്നു. പീതാംബരന്റെ 2 കൈയും ഇരുമ്പ് വടി കൊണ്ട് തല്ലി ഓടിക്കുന്നു. ഒരു വധശ്രമത്തിനുള്ള കേസ് അവിടെ ഉണ്ടാകുന്നു. 7-ാം തീയതി VPP മുസ്തഫ വരുമ്പോൾ ഈ പീതാംബരനെ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആക്രമണം മാത്രമാണല്ലോ. അതിനുള്ള ശിക്ഷയാണ് VPP മുസ്തഫ അവിടെ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നത്. അതാണോ അതിന് കാരണം? ഗോവിന്ദൻ നായരെ പോലുള്ള ആളുകൾ അവിടെ എന്താ CPMനെ കുറിച്ച് പ്രസ്താവിച്ചതെന്ന് കൂടി നിങ്ങൾ കൊണ്ടുവരൂ. അപ്പൊ മനസ്സിലാക്കുക ഏത് കോണ്ടെക്സ്റ്റിലാണ് മുസ്തഫ അങ്ങനെ പറഞ്ഞത്. എന്നാലും മുസ്തഫ പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു നോക്കൂ, പാതാളത്തോളം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. അവിടെ നിരന്തരമായ ഈ കല്യോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്വാധീന മേഖലയാണല്ലോ. ആ കല്യോട്ട് നിരന്തരമായി CPMനെതിരായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. പീതാംബരൻ അടക്കമുള്ള പ്രാദേശിക നേതാക്കൾക്കെതിരായിട്ടുള്ള വധശ്രമവും ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു. സഖാവ് പീതാംബരനെയും സുരേന്ദ്രനെയും ഒരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവത്തിൽ ഞങ്ങൾ ക്ഷമിക്കുകയാണ്. പക്ഷേ ഇനിയും ചവിട്ടാൻ വന്നാൽ പാതാളത്തിൽ നിന്ന് റോക്കറ്റ് പോലെ, അതായത് ഇനിയും ആക്രമണം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡിറ്ററൻസ് എടുക്കണമല്ലോ, ഒരു പ്രതിരോധം എടുക്കണമല്ലോ. ഈ പ്രവർത്തകർ, പ്രാദേശിക നേതാക്കന്മാർ നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുകയാണോ നേതൃത്വം ചെയ്യേണ്ടത്? അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ വരുന്നു, അങ്ങനെ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഇനിയൊരാക്രമണം കൂടി ഉണ്ടാവുകയാണ് എങ്കിൽ ഞങ്ങൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുമെന്നാണ് പറയുന്നത്. ആ നിലയിലൊരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അതെങ്ങനെയാണ് ശ്രീ സുരേഷ് ബാബു കൊലവിളി പ്രസംഗം എന്ന് വിളിക്കാനാവുക? ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ടുന്നൊരു സംഭവമാണോ പീതാംബരന് വെട്ടേറ്റു അല്ലെങ്കിൽ പീതാംബരന്റെ കൈയുടെ എല്ലൊടിഞ്ഞു എന്നുള്ള കാര്യം തർക്കത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അതിനെ പ്രതികാരം ചെയ്യാൻ ഏത് നിയമവ്യവസ്ഥയിലാണ് PPP മുസ്തഫക്കും അതേപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾക്കും അധികാരം കൊടുത്തിരിക്കുന്നത്? അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളല്ലേ അത്.
ഒരു നിയമവും അതിന് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊന്ന ആളുകളെ ശിക്ഷിക്കാൻ കോൺഗ്രസിന് അധികാരമുണ്ടോ? അതിന് നിയമപരമായ വസ്തുതയല്ലേ, നിയമപരമായ സംവിധാനത്തിലല്ലേ പോകേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം കൊലവിളി ഉണ്ടാകുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ല എങ്കിൽ ഇത് കേരള രാഷ്ട്രീയത്തിലെ പതിവ് രീതിയാണ്. പ്രാദേശിക നേതൃത്വം ആക്രമിക്കപ്പെടുമ്പോൾ ജില്ലയിൽ നിന്നൊരു നേതാവ് വരിക, നടന്ന അക്രമ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുക, ഇനി അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. സാധാരണ അങ്ങനെ ഭീഷണിപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ബോംബ് നിർമ്മാണം ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ഈ VPP മുസ്തഫയുടെ വെർബാറ്റത്തെ ചോദ്യം ചെയ്യാനാവുക? നികേഷ് ശ്രമിക്കുന്നത് VPP മുസ്തഫയുടെ പ്രസംഗത്തിന്റെ വാക്യാർത്ഥത്തിന്റെ ന്യായീകരണത്തിനാണോ? എങ്കിൽ എനിക്കൊരു മറുപടിയും പറയാനില്ല. ആ കാര്യത്തെക്കുറിച്ച് പറയാനില്ല. ഐ ലീവ് ഇറ്റ് ടു യു. കേരളീയ പൊതുസമൂഹം അതിനെക്കുറിച്ച് തീരുമാനമെടുക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. അവരുടെ വിസ്ഡമിന് ഞാൻ വിടുകയാണ്. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന് ശിക്ഷ കൊടുക്കാൻ ഏത് ജനകീയ കോടതിയാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്? CPM-ന്റെ ശൈലിയെക്കുറിച്ച് നമുക്കൊക്കെ കുറേയധികം വിവരമുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദുരന്തം അനുഭവിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് അങ്ങ് കൂടിയെന്ന് എനിക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ സമൂഹത്തിന്റെ അധികാരം കയ്യിലെടുക്കാൻ CPM-ന് അധികാരം കൊടുത്തിരിക്കുന്നത് ഏത് വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ്? ആ വ്യവസ്ഥിതി ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. അതല്ലാതെ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനം ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമവ്യവസ്ഥയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. CPM കുതിച്ചുയരുമെന്നാണ്. ആ നിലയിൽ നിലവിലുള്ള അക്രമ സംഭവത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്നല്ല VPP മുസ്തഫ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയുണ്ട് അങ്ങനെ പോലും പറയാൻ പാടില്ല എന്ന് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, താങ്കളുടെ വാദത്തെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ പ്രസംഗിക്കാത്ത ഒരു കൂട്ടരാണോ കോൺഗ്രസ്സുകാർ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ താങ്കൾക്ക്? അല്ല, ആരെങ്കിലും കോൺഗ്രസ്സുകാർ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ മുസ്തഫയുടെ പ്രസംഗത്തിനെ അപലപിക്കുന്നതിന്റെ ഒരിരട്ടി ഡിഗ്രിയോടുകൂടി ഞാൻ ആ പ്രസംഗത്തെയും അപലപിക്കുകയാണ്. അല്ലാതെ ഒരു സമാധാന പ്രിയന്റെ റോൾ എടുത്തുകൊണ്ട് താങ്കൾക്ക് പൊതുവായി പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രത്യേക ഉദാഹരണം എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത്. കണ്ണൂർ DCC പ്രസിഡന്റായി K. സുധാകരൻ വാഴുന്ന കാലം, ആ ഘട്ടത്തിൽ കോൺഗ്രസ് 70കളിൽ നിന്ന് തുടർച്ചയായി വീണ്ടും ആയുധമെടുക്കാൻ തീരുമാനിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യ ടുഡേ മാഗസിന് അവിടുത്തെ DCC ജനറൽ സെക്രട്ടറി ഒരു അഭിമുഖം നൽകുന്നു. മാത്രമല്ല അവിടെ ആയുധ നിർമ്മാണശാല ചൂണ്ടിക്കാണിച്ച് ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുപോലും പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണ് കുറ്റം പറയാനാവുക? അല്ല, അതിനെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനവും ഇന്ത്യ ടുഡേയിലെ വാർത്തയും വന്നത് എന്ന വിശ്വാസം എനിക്കില്ല. അതൊരു അധ്യായമല്ല, അത് കോൺഗ്രസിന്റെ നയമല്ല. കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു ശേഷിയുമില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. CPM ഇപ്പോഴും പറയുന്നത് പെരിയ ഇരട്ട കൊലപാതകത്തിന് ശേഷം ഇത് CPM-ന്റെ നയമല്ല, CPM ആ നിലയിൽ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയല്ല, ഞങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കടുപ്പത്തിൽ ഞങ്ങൾ ഇതിനെ നിഷേധിക്കുന്നില്ല എന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഇതേ ടോണിൽ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തുന്നത്, ശ്രീ N. മാധവൻകുട്ടി. പക്ഷേ ഇവിടെ വലിയ നിലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഇരട്ട കൊലപാതകം, ചെറിയ കുട്ടികൾ 19 വയസ്സും 21 വയസ്സുള്ള കുട്ടികൾ, അത് CPM-ന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ഒരു VPP മുസ്തഫ എന്ന് പറയുന്ന ഒരു സാത്വികനായിട്ടുള്ള ഒരു പ്രാദേശിക നേതാവിൻ്റെ വായിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് CPM-ന്റെ നേതൃപരമായ പങ്കാളിത്തം ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതല്ല, അത് VPP മുസ്തഫ പറഞ്ഞോട് യോജിക്കുകയല്ല, ആ രീതിയിൽ സംസാരം അനുവദിക്കാമെന്ന് പറയുകയല്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പ്ലേ ചെയ്ത ടേപ്പ് അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സന്ദർഭം മനസ്സിലാക്കണം. അതായത് CPM-ന് 2 പ്രാദേശിക നേതാക്കന്മാരുടെ ആക്രമണത്തിന് ശേഷം
പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വന്ന് അവിടെയുള്ള ആ പാർട്ടിയുടെ സ്വാധീന മേഖലയല്ല അത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ടത് ഇത് പാർട്ടി ഗ്രാമം എന്ന പേരിൽ CPM ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇത് തിരിച്ചറിയാതെ പോകുന്നത് കാര്യമില്ല. സ്ഥലം കോൺഗ്രസ്സുകാർ നിറഞ്ഞ ചെറിയ CPM പോക്കറ്റുള്ള സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇതൊരു അടിസ്ഥാനമായ അറിവാണ്. ഞാൻ നിരുപാധികം ഈ കൊലപാതകത്തെ കൊടിയേരിയുടെയും പാർട്ടിയുടെയും ഏതെങ്കിലും നേതാവ് പ്രസ്താവിക്കുന്നതിന് മുൻപ് അതിനെ നിരുപാധികം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലായിട്ട് എതിർക്കുകയും ഇത് പാർട്ടി വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് അതുമായി കൂട്ടിക്കണിപ്പിക്കേണ്ട. പക്ഷേ VPP മുസ്തഫയുടെ പ്രസംഗത്തിന്റെ സന്ദർഭം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു തുരുത്തുപോലെ അകപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളുടെ മനോവീര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പ്രാദേശിക നേതാവ് നടത്തിയ തീപ്പൊരി പ്രസംഗമാണ്. അത്തരം തീപ്പൊരി പ്രസംഗങ്ങൾ പിന്നീട് ഒരുപക്ഷെ ഈ അഥവാ പാർട്ടിക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എങ്കിൽ പോലും പീതാംബരനെ പോലുള്ളവർക്ക് ആവേശം പകർന്നിട്ടുണ്ടാകും. ഇപ്പോൾ ശ്രമിക്കുന്നത് ആ VPP മുസ്തഫയുടെ നമുക്ക് ഇന്ന് ഈ ഘട്ടത്തിൽ തെറ്റാണെന്ന് തീർത്തും പറയാവുന്ന ഭാഷാ പ്രയോഗം അതൊരു ഗൂഢാലോചനയാണ്. അതിനർത്ഥം ഗൂഢാലോചന ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം, എനിക്കറിയാം മുസ്തഫ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വളർന്നു വരുന്ന വളരെ പ്രഭാവശാലിയായിട്ടുള്ള ഒരു മുസ്ലിം വിദ്യാഭ്യാസം കേഡറാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു കൊലയാളിയുടേതല്ല. വാസ്തവത്തിൽ ഒരുപക്ഷെ CPM-ന്റെ നേതാക്കളെ, കാസർഗോഡുള്ള നേതാക്കളെ അറിയുന്നവരിൽ മുസ്തഫ ഒരു സമാധാനവാദിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോട്ടെ, അപ്പോൾ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം അതിഗൗരവമുള്ളതാണ്. അതായത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗത്തെ നിരോധിച്ചത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. അതിന്റെ പ്രകടനമായിരുന്നു മുസ്തഫ. അത് വാസ്തവമാണ്. അതൊരിക്കലും താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ക്ഷീണിപ്പിക്കുകയല്ല. ആ ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ ചെയ്ത ചതി, പുറകിൽ നിന്നുള്ള ഈ പ്രസ്ഥാനത്തിലുള്ള കുത്തിന് പക്ഷെ അതെങ്ങനെയാണ് ആ നിലയിൽ ന്യായീകരിക്കാനാവുക? അതുകൊണ്ട് നോക്കൂ, ഒന്ന് കൊലപാതകത്തിന് ശേഷം CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ലോക്കൽ കമ്മിറ്റി സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകൾ കൂടി ഇന്ന് പിടിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു പാർട്ടി അറിയാതെ ഇക്കാര്യം ചെയ്യില്ല എന്ന്. VPP മുസ്തഫ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രസംഗം പുറത്തു വരികയാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെയും പാർട്ടിയുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് കൂടുതൽ നിഷേധിക്കുന്നു. കാരണം ഇത് വളരെ ദുരുദ്ദേശപരമായിട്ട്, അതും മുകേഷിനെ പോലെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സരിച്ച ആളും ഒരു പത്രപ്രവർത്തനം എന്നുള്ള ചെയ്യുന്ന ധർമ്മത്തിൽ വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം മുസ്തഫയുടെ പ്രസംഗം അടർത്തിയെടുത്ത് ഏത് സന്ദർഭത്തിൽ അത് നടത്തി, അതിന് ഒരു ഒറ്റ തുരുത്തുപോലെ അകപ്പെട്ട അക്രമത്തിന് വിധേയമാകുന്ന ഒരു പാർട്ടി കാഡറുകളുടെ മനോവീര്യം നിലനിർത്താൻ വേണ്ടി പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവ് നടത്തുന്ന ആ പ്രസംഗത്തിലെ ഒരു ഉപമയെ ആണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതെന്നും അതിന് പാർട്ടി നേതൃത്വം ജില്ലാ തലത്തിൽ പോയിട്ട് ഇനിയിപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, TP കൊലക്കേസിൻ്റെ പോലെ ഇതിൻ്റെ സൂചി അവസാനം പിണറായിയിലേക്കോ കൊടിയേരിയിലേക്കോ നീക്കാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ അതടക്കത്തിനുള്ള ഒരു പ്രയോഗം പറഞ്ഞു. നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൊലപാതകം, കുടുംബാംഗങ്ങൾ പാർട്ടിയുടെ പങ്കാളിത്തം സംശയിക്കുന്നത്, VPP മുസ്തഫയുടെ പ്രസംഗം, ഇന്ന് LDF കൺവീനർ ശ്രീ A വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നു E ചന്ദ്രശേഖരൻ എന്ന മന്ത്രി സന്ദർശിക്കുന്നത് നല്ല സന്ദേശം ആണെന്ന് കരുതുന്നില്ല എന്ന്. പിന്നീട് അദ്ദേഹം അത് നിഷേധിക്കുകയുണ്ട്. പിന്നീട് അത് നിഷേധിക്കുന്നു എന്നുള്ളതല്ലോ അദ്ദേഹത്തിന്റെ വാചകത്തിൽ എന്തുണ്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. LDF-ന്റെ കൺവീനർ സൗണ്ട് ബൈറ്റ് ഇല്ലേ, അത് കാണിക്കൂ. ശ്രീ PM വേലായുധൻ, നോക്കൂ, ഇത് വരുമ്പോൾ ഏത് നിലയിലാണ് ഈ കാര്യങ്ങൾ സംശയിക്കപ്പെടുക? VPP മുസ്തഫയുടെ പ്രസംഗം സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ നേതൃത്വത്തോടെ അറിവും സമ്മതത്തോടും കൂടിയുള്ള ഒരു പ്രസംഗമാണ് VPP മുസ്തഫ നടത്തിയിട്ടുള്ളത്. VPP മുസ്തഫക്ക് പെട്ടെന്നുണ്ടായ ഒരു വികാരമല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അനുവാദത്തോടെ സമ്മതത്തോടെ പൂർണ്ണ പിന്തുണയോടെ അദ്ദേഹം ഒരു വെല്ലുവിളി CPM-നോട് കളിച്ചാൽ
ആ ബോഡി ചിതയ്ക്ക് പോലും വെക്കാൻ കിട്ടില്ല, കാണില്ല. ആ നിലയ്ക്കാണ് VPP മുസ്താഫയുടെ പ്രസംഗം. ഇത് പണ്ടൊരു ചൊല്ലുണ്ട്, ഉസ്താദ് നിന്നിട്ട് പാത്തിയാൽ അണികൾ നടന്നിട്ട് പാത്തും, കുട്ടികൾ നടന്നിട്ട് പാത്തും. ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. 1967-68 കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട തയ്യൽ തൊഴിലാളിയെ കൊല ചെയ്ത ആ കേസിലെ പ്രതിയാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയൻ. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ ഈ ഗവൺമെന്റ് വന്നിട്ട് 1000 ദിവസം തികയുമ്പോൾ കൊലപാതകത്തിൽ 16 കൊലപാതകത്തിലും ഒരു ഭാഗത്ത് CPM ആണ്, മറുഭാഗത്ത് BJP ഉണ്ട്, RSS ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പാർട്ടിയിൽ നിന്നും ഒരിക്കലും നീതി ലഭിക്കും, സമാധാനം ലഭിക്കും എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് മൂടന്റെ സ്വർഗത്തിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയാണോ ഭരിക്കുന്നത്, എതിരാളികളെ ഉന്മൂലനാശം ചെയ്യുക, അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക, അവർക്ക് സഞ്ചരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. ഈ ആക്രമണത്തിന്റെ മുൾമുന അവസാനം ചെന്ന് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തില് ബഹുമാനായ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന മുഴുവനും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, പാർട്ടി അറിഞ്ഞിട്ടല്ല, ഇത് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ചെന്ന് നിൽക്കുന്നത് എവിടെയായിരുന്നു? ആരാ കൊല ചെയ്തത്, എങ്ങനെയാ കൊല ചെയ്തത്? ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, എന്നെക്കാളും അനുഭവ സമ്പത്തുള്ള ഒരാളാണ് ബഹുമാനായ നികേഷ്. നിങ്ങളുടെ കുടുംബം അനുഭവിച്ച ആ ദുരിതം, ആ വേദന, നിങ്ങളുടെ അച്ഛൻ അനുഭവിച്ച വേദന, അത് ആർക്കും ഇവിടെ മറക്കാൻ സാധിച്ചിട്ടില്ല. എന്തെല്ലാം സാഹചര്യങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, പാമ്പിനെ തീയിട്ടു, കുരങ്ങിനെ തീയിട്ടു, അങ്ങനെ മുഴുവൻ സാധന സാമഗ്രികള്, അതായത് ജീവികൾക്ക് വരെ ജീവിക്കാൻ പറ്റാത്തൊരു അവസരം ഉണ്ടാക്കിയ പാർട്ടിയാണ് ഈ കേരള സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നികേഷിയുടെ കുടുംബം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇവിടെ ശ്രീ ഗോപിനാഥ്, നോക്കൂ, അത് അദ്ദേഹത്തിന്റെ വാദങ്ങൾ, അതിനപ്പുറത്തേക്ക് അതിനൊന്നും മറുപടിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ശരിയാണ്, CPIM പോലും ഇക്കാര്യത്തിൽ ഡിഫെൻസീവിലാണ് എന്ന് താങ്കൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഇത് മുൻപ് നിഷേധിക്കുന്നത് പോലെയല്ല, അതിനപ്പുറത്തേക്ക് ഹൃദയം തുറന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നോക്കൂ, ഇപ്പോൾ VPP മുസ്തഫയുടെയും LDF കൺവീനറിൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ സുതാര്യമായി സത്യസന്ധമായി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ കുറെ കൂടി ആളുകൾക്ക് ഇതിനകത്തൊരു ബോധ്യം വരണ്ടേ? നികേഷ്, ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ചർച്ച. അതുകൊണ്ട് ശ്രീ വേലായുധൻ, BJPയുടെ നേതാവ്, അദ്ദേഹം ഒരുപാട് വിശദീകരണങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ ഈ ചെകുത്താൻ വേദം ഓതുന്നു എന്ന് സാധാരണ നാട്ടിലൊരു പറയാറുണ്ട്. അതേപോലെയാണ് BJP നേതാക്കന്മാർ അക്രമത്തെ സംബന്ധിച്ച് പറയുന്നത്. RSSും സംഘപരിവാറും കുറുവടിയും മുളവടിയുമായി നാട്ടിലെ ആളുകളുടെ മുഴുവൻ ഞങ്ങളുടെ അക്രമത്തെ കുറിച്ച് പറയേണ്ട ബാക്കിയുള്ളവർ പറഞ്ഞു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറയാനല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവർക്ക് പറയാനുള്ള അവകാശം ഇല്ല എന്നാ പറഞ്ഞത്. അവരിപ്പോ കുറുക്കൻ ചോര കുടിക്കുന്ന പോലെ CPM ഇതിനകത്ത് ശത്രു ആയതുകൊണ്ട് ഉടനെ കയറി ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് പറയാനുള്ള അവകാശം നോക്കൂ, കേരളം ആകെ കാണുന്ന പരിപാടിയാണ്. RSSകാരല്ലോ കേരളം. അപ്പൊ അവർക്ക് നിങ്ങൾ മറുപടി പറയും. അല്ല, BJP നടന്നു മുടന്ത് കാണിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ VPP മുസ്തഫയുടെ പ്രസ്താവന ഞാൻ പറയുന്നത്, അത് നേരത്തെ ശ്രീ മാധവൻകുട്ടി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഞാനും അത് സൂചിപ്പിച്ചിരുന്നു. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം അത്ര വൈകാരികമായി സംസാരിക്കാൻ ഇടവന്നത്? ഒറ്റപ്പെട്ടൊരു തുരുത്തിലകപ്പെട്ടതുപോലെ. യഥാർത്ഥത്തിൽ വേലായുധനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ വീട്ടിലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറഞ്ഞ കാര്യം ഇന്നലെ ചാനലുകളിൽ ചർച്ച വന്നു. എന്താ അത് കാര്യം? അവർ പറഞ്ഞു, പാർട്ടി ഞങ്ങളെ കൈയൊഴിയുന്നു. ഇത് അവിടുത്തെ പ്രശ്നം മാത്രമല്ല, പാർട്ടി പറഞ്ഞു, സ്വാഭാവികമായിട്ടും പറഞ്ഞത് ശരിയാ, ഈ കൊലപാതകത്തിന് ഉത്തരവാദിത്വമുള്ളവർ പാർട്ടിയിൽ എത്ര ഉന്നതന്മാരാണെങ്കിലും അവരെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞു. നടപടി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തരമായി കൂടിയെടുത്തു. പാർട്ടിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അതോടുകൂടി സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിമോറലൈസ് ചെയ്യപ്പെട്ട പാർട്ടി കുടുംബങ്ങളെ, പാർട്ടി അനുഭാവികളെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നു. ഇത് പാർട്ടിയെ തേജോവധം ചെയ്യാനും പാർട്ടിയുടെ ചോര കുടിക്കാനും ഒരു അവസരമായി കോൺഗ്രസ് നേതാക്കന്മാർ
അവിടെ മുലകുടി കാറാത്ത കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഇറങ്ങി അവിടെ സംഹാരതാണ്ഡവം ആടുമ്പോൾ ആ ചോര കൂടി അനുവദിക്കില്ല എന്നാണ് ആ കോണ്ടെക്സ്റ്റിലാണ് മുസ്തഫ അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ മുസ്തഫ പറഞ്ഞ വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് മുസ്തഫ 5-ാം തീയതി ആക്രമണം നടന്നു, 7-ാം തീയതി മുസ്തഫയുടെ പ്രസംഗത്തിന്റെ വാചകങ്ങൾ ഇതാണ് സർ. അല്ല, ആ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് അനുമാനിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള നിലയിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ വിഷയം എന്റെ ചോദ്യം എന്താ, VPP മുസ്തഫയുടെ പ്രസംഗം കൂടി വന്ന സ്ഥിതിക്ക് ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടാൽ മതിയോ? ആ കുടുംബം പറയുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണോ ഈ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, രാഷ്ട്രീയ പാർട്ടി പറയുന്നു ഞങ്ങൾക്ക് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിനെയും പോലീസിനെയും ഒന്നും വിശ്വാസമില്ല. ഇന്ന് രാവിലെ മന്ത്രി മറുപടി പറഞ്ഞല്ലോ, ഗവൺമെന്റ് പ്രതിനിധി എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു അത് ഇപ്പം തീരുമാനിക്കാൻ കഴിയണതല്ല, കുടുംബത്തിന്റെ വേദന കൊണ്ട് അവർ അന്വേഷണം ശക്തമാകണം എന്നുള്ള നിലയിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞു. ഔട്ട്സൈഡ് ഏജൻസി വേണമെന്ന് പറയുന്നു. അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. ആ കുടുംബത്തിന്റെ ഭാഗമായി നമുക്കാർക്കും തർക്കമൊന്നുമില്ല. ശ്രീ ഗോപിനാഥ് നോക്കൂ, അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് സാധാരണഗതിയിൽ അവിടുത്തെ ഈ ക്രിമിനൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത് തലച്ചോറ് പിളരുന്ന രീതിയിലുള്ള ഒരു വെട്ടാണ്. അത് വലിയ മഴു പോലുള്ള ആയുധങ്ങൾ കൊണ്ട് മാത്രമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ, ഒരു കിണറ്റിൽ നിന്നൊരു ഒരു വാളിങ്ങനെ പൊക്കിയെടുക്കുന്നത്, ഒരു തുരുമ്പിച്ച വാള് പൊക്കിയെടുക്കുന്നത്. അതൊന്നും കൊണ്ടായിരിക്കില്ല ഈ സാധാരണഗതിയിൽ ഈ കേസ് അട്ടിമറിക്കാൻ. താങ്കൾക്കറിയാമല്ലോ, കേസ് അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഈ ആയുധം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ തെളിവ് ശേഖരിക്കുന്ന സമയത്ത് തന്നെ വലിയ നിലയിലുള്ള അട്ടിമറി നടക്കാതിരിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ CBI അന്വേഷണം പറയുന്നത്. അല്ല, എന്തെങ്കിലും വിധത്തിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കൊലയ്ക്ക് കൂട്ടുനിന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനോ ഈ കേസ് അട്ടിമറിക്കാനോ ശ്രമിക്കുന്ന CPM, പ്രത്യേകിച്ച് ആ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റ് ചെയ്യപ്പെടുമോ? അവരെ നിയമത്തിൽ കൊണ്ടുവന്നു. നമ്മൾ ആലോചിക്കേണ്ടതും ഈ ചർച്ച മുന്നോട്ട് നീങ്ങേണ്ടതും നേരത്തെ ഇപ്പൊ മുസ്തഫ വൈകാരികമായി പറയാൻ അവസരമുണ്ടായ എതിർഭാഗത്തുനിന്നുള്ള വർത്തമാനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ രാവിലെ ഗവൺമെന്റ് പ്രതിനിധിയായി മന്ത്രി അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രി പറഞ്ഞതുപോലെ അവിടെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിക്കുകയും ഒരു സമാധാന നില അവിടെ ചർച്ച ചെയ്ത് കൊണ്ടുവരാനും അത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ A. വിജയരാഘവൻ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം പിന്നീട് അത് അവിടുത്തെ കാസർഗോഡ് ജില്ലയിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഈ ചന്ദ്രശേഖരൻ പോയതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പകരം അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയാണ് ആ വാക്കുകളിൽ. അത് അദ്ദേഹം നിഷേധിക്കുന്നുണ്ടാവുമായിരിക്കും. ഒരു മന്ത്രി, ഒരു കാസർഗോട്ടെ ജനപ്രതിനിധി അവിടെ പോകുന്നതിന് പോലും നിങ്ങൾക്ക് വിഷമമുണ്ടാവുകയാണ്. അങ്ങനെ വിജയരാഘവൻ പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇത് CBI അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? കുറേ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം, ഷുഹൈബ് വധത്തിൻ്റെ കാര്യത്തിൽ, അരിയൽ ഷുക്കൂറിൻ്റെ കാര്യത്തിൽ എല്ലാം CBI അന്വേഷണം എന്ന പല്ലവി പാടുക, എന്നിട്ട് CBIയെ കൊണ്ടുവരിക, CBIയെ കൊണ്ടുവന്നിട്ട് CBI എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. എന്താ അരിയൽ ഷുക്കൂറിൻ്റെ കാര്യത്തിൽ നടന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് അരിയൽ ഷുക്കൂറിൻ്റെ കാര്യത്തിൽ കുറ്റപത്രത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടന്നപ്പോൾ അന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ വായിച്ചു തരാം. അത് കൃത്യമായി പറഞ്ഞത് എന്താ? ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കുന്ന ഒരു ഷോ മാത്രമാണ്, അത് വീണ്ടും വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അങ്ങനെ തന്നെയല്ലേ കോടതിയും പറഞ്ഞത്? നോക്കൂ, കോടതി ആ ഒരു അഡീഷൻ അങ്ങ് എടുത്തു കളയുന്നു, നിങ്ങൾ ഇവിടെയല്ല കൊണ്ടുവെക്കേണ്ടത്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെ സാധിക്കുമോ ആ സർക്കസിന് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ പൊറാട്ട് നാടകത്തിനൊപ്പം BJP നിയന്ത്രിക്കുന്ന CBIയും കൂട്ടുകൂടുന്നു. അരിൽ ഷുക്കൂറിൻ്റെ കാര്യം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഒരു അവസരം ഉണ്ടാക്കിയിട്ട് നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ കെടുക്കുക എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് SP പറയുന്നത് യഥാർത്ഥത്തിൽ ഓവർ ടാക്റ്റിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഈ 7 പേരും. ഓരോ ആളുകളെക്കുറിച്ചും പോലീസ് അതിൻ്റെ സത്യസന്ധമായ റിപ്പോർട്ട് എനിക്കറിയില്ല, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളത്. ഓരോ ആളുകളും ചെയ്തിട്ടുള്ള ഓവർ ടാക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. ശ്രീ പീതാംബരൻ ആണ് തലക്കടിച്ചത്, തല പുളർന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെട്ടുകളെക്കുറിച്ച്, പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും മാധ്യമങ്ങളിലൂടെ വന്ന പോസ്റ്റ്മോർട്ടത്തിൻ്റെ പരിക്കുകളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഈ പരിക്കുകൾ ഒരു ബ്ലണ്ട് ഓബ്ജക്റ്റിനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ബ്ലണ്ട് ഓബ്ജക്റ്റ് ആണ് ഇപ്പോൾ കിണറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത്.
ഷാർപ്പ് വെപ്പൺ എടുത്തിട്ടില്ല, അതും തന്നെ തുരുമ്പിക്കപ്പെട്ടിരിക്കുന്നു. ഷാർപ്പ് വെപ്പൺ അല്ലാത്ത തുരുമ്പിച്ച ബ്ലണ്ട് ഓബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാകാൻ പാടില്ലാത്ത പരുക്കുകളാൽ മരണപ്പെട്ടതിൻ്റെ ആവശ്യത്തിനു വേണ്ടി 27 റിക്കവറി എന്ന CRPCയിലെ 27 റിക്കവറി പ്രകാരം എടുത്തിട്ടുള്ള ഈ ഓബ്ജക്ട്സ് മാത്രം മതി ഈ കൊലപാതക കേസ് അക്വിറ്റലിലേക്ക് പോകാൻ. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി തുടക്കത്തിൽ തന്നെ പോലീസിനെ കൊണ്ട് അത് വഴിതെറ്റിപ്പിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI എൻക്വയറി വേണം എന്ന് രാഷ്ട്രീയ പാർട്ടി പറയുന്നത്, ആ കുടുംബം പറയുന്നത്. നിയമപരമായ വർത്തമാനം, നിയമപരമായ വശങ്ങളാണ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു താങ്കൾ പറഞ്ഞത്. ഒരു സർക്കാരുണ്ട് ഇവിടെ, ആ സർക്കാരിൻ്റെ കീഴിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഏജൻസിയാണ് ക്രൈംബ്രാഞ്ച്. ആ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിയുക. ഇവിടെ വരുന്ന എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും CBIക്ക് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ CBI പറയും സ്വാഭാവികമായും ഞങ്ങൾക്ക് ഒരുപാട് കേസുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വിടല്ലേ എന്നുള്ളതാണ് അവരുടെ സ്വാഭാവികമായിട്ടുള്ള നിലപാട്. പക്ഷേ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർ മരിച്ച കേസാണെങ്കിൽ പോലും അങ്ങോട്ട് കോടതിയിൽ ചെന്ന് പറയുന്ന ഒരു പതിവുണ്ട്, ഞങ്ങൾ എടുത്തോളാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഉടനെ കോടതിയിൽ പോയി ഈ സാധ്യതകൾ പറയുക, ഉടനെ CBI അന്വേഷണത്തിന് വേണ്ടി ഹൈക്കോടതിയെ കൊണ്ട് ഉത്തരവിടിക്കുക. അതല്ല ഈ പ്രസംഗത്തിന് പകരം ചെയ്യേണ്ടത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കലല്ല ഉദ്ദേശമെങ്കിൽ. അല്ല, ഞാനതിന് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശ്രീനികേഷ്. ഞാൻ ഈ ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് വേദനിക്കുന്ന ഒരു കുടുംബമുണ്ട്, വേദനിക്കുന്ന സഹപ്രവർത്തകന്മാരുണ്ട്, വേദനിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന്മാരുണ്ട്. അവരുടെ പ്രതികരിക്കുന്നില്ല അഡ്വക്കേറ്റ് സുരേഷ് ബാബു. ശരിയാണ്, വേദനിക്കുന്ന കുടുംബമുണ്ട്, വേദനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്, രണ്ടും ഞാൻ അംഗീകരിക്കുന്നു. ഈ രണ്ട് യുവാക്കളുടെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി പറയുന്നതിന് അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. പക്ഷെ അത് ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങളിത് ആത്മാർത്ഥതയോടുകൂടിയാണ് അന്വേഷിക്കുന്നത്, സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നത് എന്ന് കരുതുകയാണ്. ഞങ്ങളുടെ ഏജൻസിയാണ് പോലീസ്, ഞങ്ങളുടെ ഏജൻസിയാണ് ക്രൈംബ്രാഞ്ച്. അത് അന്വേഷിച്ചാൽ സത്യം വെളിപ്പെടുമെന്ന് അവർക്ക്, അല്ലാതെ ഞങ്ങൾ കുറ്റക്കാരാണ്, ഞങ്ങളെപ്പോഴും തെറ്റിച്ച കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന എല്ലാം അവർ കേൾക്കില്ലല്ലോ. ഞാൻ പറയുന്നത് ഹൈക്കോടതിയിൽ പോകൂ, ഒരു ഹർജി കൊടുക്കൂ. അല്ല, ഇതിനകത്ത് നികേഷ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു DGP ഉണ്ട്, അത് ഒറ്റ DGPയേ ഉള്ളൂ. ആ DGPയുടെ കീഴിലാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള, കുറ്റാന്വേഷണത്തിന് അന്വേഷണ ചുമതലയുള്ള പോലീസ്. ആ DGPയുടെ കീഴിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള DGPയുടെ കീഴിലുള്ള കാസർകോട്ടെ SP പറയുന്നത് ഞങ്ങളെല്ലാം മെറ്റീരിയൽ ഓബ്ജക്ട്സ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു, പ്രതികളെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രതികളെ, ഓവർ ടാക്സ് നടത്തിയിട്ടുള്ള പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനകത്ത് സാക്ഷിപത്രം എഴുതുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊരു ജോലിയുമില്ല എന്നവർ പറഞ്ഞ പശ്ചാത്തലത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നതാണ് നിലപാടെങ്കിൽ എന്തിനാണ് DGP ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്? അപ്പോൾ പോലീസിന്റെ തലപ്പത്ത് തന്നെ ഈ അന്വേഷണത്തിലെ അപാകതയുണ്ട്, അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടല്ലോ സാധാരണഗതിയിൽ നിങ്ങളുടെ കാലഘട്ടത്തിലെല്ലാം നടന്നിട്ടുള്ളത്. പോലീസിന്റെ അന്വേഷണം പ്രാഥമികമായി സ്വാഭാവികമായും ആദ്യം ആരാണ് സ്പോട്ടിലെത്തുക? അഡ്വക്കേറ്റ് സുരേഷ് ബാബു, പോലീസാണ് എത്തുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ, തലച്ചോറ്, അത് ക്രൈംബ്രാഞ്ചിനാണ് കൊടുക്കുക. തലച്ചോറ് ഉപയോഗിക്കാനുള്ള സമയം അത് സാധാരണഗതിയിൽ നിങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ്, ഈ സംസ്ഥാന പോലീസിലാകെ അങ്ങനെയാണ്. പക്ഷേ ശ്രീ N. മാധവൻകുട്ടി, ഇവിടെ ദുരന്തം അനുഭവിച്ചിട്ടുള്ളത്, 2 മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ കുടുംബമാണ്. സാധാരണഗതിയിൽ അവരുടെ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ചാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കേണ്ടത്, അല്ലേ? അത് തീർച്ചയായിട്ടും CBI എൻക്വയറിയാണ് അവരാവശ്യപ്പെടുന്നത്, പൊതുജനാഭിപ്രായം അതാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ അത് വിടാം. പക്ഷെ ഒരു കാര്യം, അപ്പോഴും നിഷ്കളങ്കമായി അത് എടുക്കാൻ പറ്റില്ല. CBI എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം വിമുക്തമായ, സ്വാധീനങ്ങളിൽ നിന്നെല്ലാം വിമുക്തമായ, ഇപ്പം
ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ അത് LDF ഗവൺമെന്റിന്റെ സ്വാധീനത്തിൽ വളച്ചൊടിക്കപ്പെടുന്നു എന്ന് അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം CBI ഇന്ന് എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അന്വേഷിച്ചതുകൊണ്ട് അത് നിഷ്പക്ഷമാകണമെന്നില്ല എന്ന് വസ്തുത അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാൻ വിട്ടുകൊടുക്കാം. എത്രയോ ദിവസം അപ്പം ഞാൻ അങ്ങനെ തർക്കിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഞാൻ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ, ഇടതുപക്ഷ അനുഭാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സും വികാരവും ആ കൊല്ലപ്പെട്ട ആ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തോടൊപ്പമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലെ യഥാർത്ഥ വെല്ലുവിളി അതിന് ശത്രുക്കളല്ല, അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റിമാർ ഉണ്ടെങ്കിൽ പിന്നെ RSSും കോൺഗ്രസും ശത്രുക്കളായി വേണ്ട. ഒരു പാർട്ടി നേതൃത്വത്തിൻ്റെ പരാജയം കൂടിയാണ് ഈ പിന്നിൽ നിന്നുള്ള അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത നേതൃത്വം അതാണ് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നത്. കാരണം ഈ കൊലപാതകത്തോടു കൂടി ഞാൻ എൻ്റെ രാഷ്ട്രീയം മാറ്റാൻ പോകുന്നില്ല. പോൾപോട്ടിന് ശേഷവും സ്റ്റാലിന് ശേഷവും ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പെരിയ കൊലയുടെ പേരിൽ ഇനി CPM വിരുദ്ധനാവാൻ തയ്യാറല്ല. പക്ഷേ ഇത് CPMത്തിന് ആത്മഹത്യാപരമാണ്. CPM നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയും, രണ്ടാമത്തെ വാക്ക് ആജ്ഞാശക്തിയും ഇല്ലാതെ പോകുന്ന ഒരു വളരെ ദുരന്തവും ആ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അനുഭവിക്കുന്നുണ്ട്. താങ്കൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ ഇത്? എൻ മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സഹയാത്രികന്റെ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ, പാർട്ടി അനുഭാവികൾ, ഇടതുപക്ഷ സഹയാത്രികർ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഇവരോട് പ്രകടിപ്പിച്ചത്. ആ കുടുംബത്തിന് നീതി കിട്ടണം. ഈ കൊലപാതക രാഷ്ട്രീയം കൊണ്ടു നടക്കൽ കഴിയില്ല. യുക്തിഭദ്രമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊഞ്ഞനക്കത്ത് കാണിക്കുകയോ ഇരയെ കുത്തിക്കൊഴുപ്പെടുത്തേണ്ട ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ സന്ദർഭത്തിൽ ഞാൻ മറക്കിയെത്താം. VPP മുസ്തഫ ടെലിഫോൺ ലൈനിലൂടെ. VPP മുസ്തഫ, താങ്കളുടെ ഒരു പ്രസംഗം എനിക്ക് തോന്നുന്നത് ജനുവരി 7 എന്ന് തോന്നുന്നു. അത് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതിനെ കൊലവിളി പ്രസംഗം എന്ന നിലയിൽ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ആ പ്രസംഗത്തിൽ താങ്കൾ ഉദ്ദേശിച്ചത് എന്ത്? ഞാൻ തീർച്ചയായിട്ടും നികേഷ്, ജനുവരി 7 CPIMന്റെ പെരിയ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു പ്രതിഷേധ യോഗമാണ് ഈ കല്യോട്ട് വെച്ച് നടക്കുന്നത്. ഒരു പ്രതിഷേധ യോഗം ചേരണമെങ്കിൽ അതിനു മുമ്പിൽ അവിടെ പ്രതിഷേധിക്കാൻ തക്ക മാത്രമുള്ള ചില ആക്രമണങ്ങൾ നടന്നിരിക്കണമല്ലോ, അല്ലെങ്കിൽ പ്രതിഷേധ യോഗം ചേരേണ്ട കാര്യം. ആ സംഭവങ്ങളൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ ഒരു 40 മിനിറ്റോളം ഏതാണ്ട് നിർദ്ദേശിക്കുന്ന പ്രസംഗമാണ്. ഞാൻ പറയുന്നത് CPIMന്റെ ഇന്നത്തെ പ്രവർത്തന ശൈലിയെ കുറിച്ചാണ്. ആദ്യം ജീവകാരുണ്യ മേഖലയിലും പാലിയേറ്റീവ് കെയർ മേഖലയിലുള്ള ഇടപെടൽ, ജൈവ കൃഷി മേഖലയിൽ CPIM ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അത് സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, വികസന പ്രവർത്തനങ്ങളിലുള്ള സജീവമായ സച്ചലമായ ശ്രദ്ധകൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് CPIM അതിന്റെ പ്രവർത്തനത്തിൽ പ്രത്യേക മണ്ഡലമായിട്ട് കാണുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന CPIMനെ കല്യോട്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ആളുകൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വില്ലേജ് സമ്മേളനം ജനുവരി മാസം അവസാനം നടന്നപ്പോൾ അതിന്റെ പൊതുയോഗം കഴിഞ്ഞു പോകുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചു. ജനുവരി 3 BJPയുടെ ഹർത്താൽ ദിവസം കോൺഗ്രസുകാരും BJPക്കാരുമായ ആളുകൾ ചേർന്ന് CPIMന്റെ അവിടുത്തെ ഓഫീസ് ആക്രമിക്കുന്നു. ജനുവരി 5 വൈകുന്നേരമാണ് പീതാംബരനെയും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള 2 ആളുകളെ ഭീകരമായിട്ട് ആക്രമിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായി ഒരു 1-2 ആഴ്ചക്കിടയിൽ സംഭവങ്ങൾ വന്നപ്പോഴാണ് പാർട്ടിക്ക് അവിടെ ഒരു പ്രതിഷേധ യോഗം വെക്കേണ്ടി വന്നത്. ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം ക്ഷമിക്കുന്നു എന്നാണ്. ആ വാചകം അങ്ങനെയാണോ? അത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്തതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. മിനിഞ്ഞാന്ന് 7-ാം തീയതി പ്രസംഗിക്കുന്നത് മിനിഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ 5-ാം തീയതി മിനിഞ്ഞാന്ന് നടന്ന പീതാംബരനെയും സുരേന്ദ്രനെയും ആക്രമിച്ചവരെയുള്ള സംഗതികളെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ ക്ഷമയ്ക്കൊരു പതിരുണ്ട്. അത് പാതാളം വരെയേ ക്ഷമിക്കാൻ കഴിയൂ. പുരാണത്തിൽ പാതാളം വരെ ലോകമുണ്ടെന്നേ പറയുന്നുള്ളൂ, അതിനപ്പുറത്ത് പോകാനില്ല. അതുകൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പടി കാണും. ഇനിയും ഞങ്ങളെ ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു കയറേണ്ടി വരും. ഇതാണ് അവിടെ തിരുത്തുണ്ട്. അതിന്റെ വഴിയിൽ പിന്നെ കല്യോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റ എണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത വിധത്തിൽ ചിതറിപ്പോകുമെന്നാണ് താങ്കളുടെ പ്രസംഗം. നോക്കൂ, ഇനിയൊരു ആക്രമണം നോക്കൂ, താങ്കൾ പറയുന്നത് ശരിയാണ്, ക്ഷമിക്കുകയാണ് എന്ന് തന്നെയാണ് താങ്കൾ ആദ്യ വാചകത്തിൽ പറയുന്നത്. ഇനിയൊരു ആ നിലയിലുള്ള ആക്രമണം ഉണ്ടായാൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത വിധത്തിൽ ചിതറിപ്പോകും എന്ന് പ്രസംഗം ഇപ്പോഴും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ പ്രസംഗിക്കേണ്ടിയിരുന്നു, പ്രസംഗിച്ചത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോ ആ തുടർച്ചയിലാണ് അത് എടുക്കേണ്ടത്. ആ തുടർച്ചയിൽ എടുക്കുമ്പോ എങ്ങനെയാ ഇതുവരെ ഞങ്ങൾക്ക് നേരെ നടന്ന ഈ ആക്രമണങ്ങളെല്ലാം ഒരാക്രമണമല്ല. ഞാൻ ഈ സംഭവങ്ങൾ എന്നെ പറഞ്ഞല്ലോ, ഈ ആക്രമണങ്ങളെല്ലാം ഞങ്ങൾ ക്ഷമിക്കുകയാണ്.
ഞങ്ങൾ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ അതൊക്കെ എനിക്ക് മനസ്സിലായി. അതൊക്കെ എനിക്ക് മനസ്സിലായി. നോക്കൂ, സഖാവ് പീതാംബരന്റെയും സുരേന്ദ്രന്റെയും ഒരു പ്രകോപനവും ഇല്ലാതെ പാതാളെന്നും കൂടി പറയുന്നുണ്ടല്ലോ. അതൊക്കെ ശരി. നോക്കൂ, ശ്രീ വി പി മുസ്തഫ, അങ്ങനെയാണ് വിക്ഷേപിക്കുന്നത്. ശ്രീ വി പി മുസ്തഫ, നോക്കൂ, നമുക്ക് സമാധാനപരമായി പോകാം. സുരേന്ദ്രനെയും പീതാംബരനെയും ഒരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവത്തും ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ഒന്നാമത്തെ ഘട്ടം. പക്ഷേ ഇനിയും ചവിട്ടാൻ വന്നാൽ പാതാളത്തിൽ നിന്ന് റോക്കറ്റ് പോലെ CPM കുതിച്ചു കയറും എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ചില നേതാക്കളുടെ പേരെടുത്തു പറയുന്നുണ്ട്. കല്യോട്ടല്ല, ഗോവിന്ദൻ നായരല്ല, ബാബുരാജല്ല, ഒരൊറ്റ എണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ പെറുക്കിയെടുത്ത് ചിതയിൽ വെക്കാൻ ബാക്കിയില്ലാത്ത വിധത്തിൽ ചിതറിപ്പോകുമെന്ന് പറയുമ്പോൾ ഇനി ഒരു ആക്രമണ സംഭവം ഉണ്ടായെന്ന് വിചാരിച്ചോ? ഈ പറയുന്ന സുരേന്ദ്രനെയും പീതാംബരൻ്റെയും രണ്ട് കൈയും തല്ലി ഓടിച്ചതുപോലുള്ള അക്രമ സംഭവം. VPP മുസ്തഫ ആരാണ് അവരെ ചിതറിപ്പിക്കാൻ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ ആക്രമിക്കുന്ന ആളുകളെ അത് ഞാൻ പറഞ്ഞ ആ പ്രസംഗത്തിൽ ഈ ആക്രമണങ്ങൾക്ക് നടന്നപ്പോൾ പോലീസിൽ പരാതി കൊടുത്തതിനെ കുറിച്ചും പോലീസിന്റെ ഇടപെടലിന്റെ പോരായ്മകളെ കുറിച്ചും കൂടി പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്രമണത്തിന് വിധേയരാകുന്ന ആളുകൾ ഈ അക്രമകാരികളോട് പിന്നെ എന്താ പറയേണ്ടത്? അത് തന്നെയാണ് ശ്രീ VPP മുസ്തഫ നോക്കൂ, ഇവിടെ പീതാംബരൻ പോലീസിനോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. ഞാൻ ആക്രമിക്കപ്പെട്ടു, എൻ്റെ ജില്ലാ നേതൃത്വമോ എൻ്റെ നേതൃത്വമോ എന്നെ സഹായിച്ചില്ല, അപ്പോൾ ഞാൻ വൈരാഗ്യ ബുദ്ധി കാണിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കുന്ന ഈ ഫീൽ ഉണ്ടല്ലോ. ഈ ഫീലാണ് അല്ലല്ല പറയാൻ അനുവദിക്കൂ. നിങ്ങൾ കൊടുക്കുന്ന ഈ ഫീലാണല്ലോ, ആ ഫീലാണ് യഥാർത്ഥത്തിൽ പീതാംബരനെ പോലുള്ള ഒരാളെ അക്രമിയാക്കുന്നത്. ഇനി അഥവാ ജില്ലാ നേതൃത്വം ആസൂത്രണം ചെയ്തതല്ല എങ്കിൽ, അപ്പോൾ ആ നിലയിൽ ശ്രീ VPP മുസ്തഫ ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നു. ആ നിലയിലുള്ള ഒരു ആക്രമണ മനോഭാവം പീതാംബരനെ പോലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് കോടിയേരിയുടെ തുടർച്ചയായ 3-ാം ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടും താങ്കൾക്ക് തോന്നുന്നില്ല? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ കോടിയേരിയും CPM സംസ്ഥാന കമ്മിറ്റിയും ആവിഷ്കരിച്ചിട്ടുള്ള ഈ പാലിയേറ്റീവ് കെയറിലെയും ജൈവകൃഷി മേഖലയിലെയും ജീവകാരുണ്യ ഇങ്ങനെ CPMന്റെ പ്രവർത്തന സംവിധാനത്തിൽ വന്നിട്ടുള്ള പുതിയ മേഖലകളെ കുറിച്ചെല്ലാം ആ പ്രസംഗത്തിൽ അതാണ് സവിസ്തരമായിട്ട് പരാമർശിച്ചത്. അത് പറഞ്ഞു എന്നുള്ളതല്ലല്ലോ കാര്യം. അത് പാലിയേറ്റീവോ ജൈവകൃഷിയോ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ശ്രീ VPP മുസ്തഫ, താങ്കളുടെ ഈ പറയുന്ന വാചകങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളില്ല. ഇതൊരൊറ്റ സീരീസ് താങ്കൾ പറഞ്ഞ കാര്യമാണ്. ഞാൻ വരാം ശ്രീ ഗോപിനാഥ്. ഒരൊറ്റ സീരീസിൽ താങ്കൾ പറഞ്ഞതാണ്, ഒരൊറ്റ ഖണ്ഡികയായി താങ്കൾ പറഞ്ഞതാണ്. അതേതെങ്കിലും തരത്തിൽ കൂട്ടിച്ചേർത്താണെങ്കിൽ താങ്കൾക്ക് ആക്ഷേപം പറയാം. ഞാൻ ചോദിക്കുന്നത്, ആവർത്തിച്ച് ചോദിക്കുന്നത്, കോടിയേരി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഒരു രീതിയല്ല അക്രമം. എന്തായാലും ഈ 2 കൊലപാതകങ്ങളിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും AKG സെന്ററിൽ ഈ കൊലപാതകം നടന്നതിൻ്റെ പിറ്റേ ദിവസം 1.5 മണിക്കൂർ നേരം യോഗം കൂടി. എന്തുകൊണ്ടാണ് ശ്രീ VPP മുസ്തഫ? ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇടതുപക്ഷാംഗങ്ങളെ തെരഞ്ഞെടുക്കണമെങ്കിൽ അത് ഈ കേരളത്തിൽ നിന്ന് മാത്രമാണ് എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം ഇന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്നിട്ടുള്ള ഈ ഇരട്ട കൊലപാതകം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇത് CPMനെതിരായ പ്രചരണത്തിൻ്റെ ഭാഗമാക്കുകയാണ്. അപ്പോഴാണ് ശ്രീ VPP മുസ്തഫ താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇത് കോടിയേരി പറയുന്നതിന് ഘടകവിരുദ്ധമാണ്, ഞങ്ങൾ ഉത്തേജനം കൊടുക്കാറില്ല എന്നുള്ള ആ ഒരു നിലപാടുണ്ടല്ലോ കോടിയേരിയുടെ, അതിനെ ഖണ്ഡിക്കുന്നു താങ്കളുടെ പ്രസംഗം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി താങ്കൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, 1.5 മാസം മുമ്പ് നടന്ന പ്രസംഗവും ഇപ്പോഴത്തെ കൊലപാതകവും തമ്മിൽ കൂട്ടിയിണക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിലാകാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്ഷമിക്കുന്നു, പാതാളം വരെ ക്ഷമിക്കുന്നു. ഈ കാര്യങ്ങളാണ് ആവർത്തിക്കുന്നത്. ആവർത്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ചവിട്ടാൻ വന്നാൽ എന്നുള്ള പ്രയോഗം നടത്തുന്നത്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ അത് മാത്രം അവർത്തിയെടുത്ത് പറയുമ്പോൾ താങ്കൾ എല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ സംഭവത്തിൽ 2 കാര്യങ്ങൾ 1.5 മാസം രണ്ട് കാര്യങ്ങൾ ശ്രീ VPP മുസ്തഫ, പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ. 2 കാര്യങ്ങൾ. 1.5 മാസം മുമ്പുള്ളതാണ്. ജനുവരി 5-ാം തീയതിയാണ് പീതാംബരൻ ആക്രമിക്കപ്പെടുന്നത്. 7-ാം തീയതിയാണ് താങ്കളുടെ പ്രസംഗം. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഷേധ ആ ദിവസങ്ങളിൽ തന്നെ വേണമല്ലോ. അവിടെയാണ് പീതാംബരൻ താങ്കളുടെ പ്രസംഗത്തിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ സഹായം കൊണ്ടോ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. സ്വാഭാവികമായും ജനുവരി ഫെബ്രുവരിയിലേക്ക് മാറുന്നു. ഫെബ്രുവരി ഇപ്പോൾ
മാർച്ചിലേക്ക് പോകുന്നു. അപ്പോൾ ആ ദിവസങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നു. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഇന്നത്തെ നിലയിൽ ഇപ്പോൾ കോടിയേരി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിന് ഗുണകരമാണോ? നിങ്ങളിങ്ങനെ പറഞ്ഞ് കോടിയേരിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാടിനെതിരെ VPP മുസ്തഫ പ്രസംഗിച്ചു എന്ന് വരുത്തി തീർക്കലാണ് നികേഷിന്റെ ആവശ്യമെങ്കിൽ അങ്ങനെ തീർത്തോളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. പാർട്ടിയുടെ നിലപാടാണ് ഞാൻ അവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്റെ പ്രസംഗത്തിലെ ആദ്യ ഭാഗങ്ങളെല്ലാം അത് തന്നെയാണ്. പാർട്ടിയുടെ നിലപാടാണെന്ന് പറയും ആണോ? ഒരു മിനിറ്റ് ഇവിടെ താങ്കളുടെ ഞാൻ അതുകൊണ്ട് റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരോട് പറയുന്നത് ഇവിടെ ഇവര് കാണിച്ചിട്ടുള്ള ഈ 2 മിനിറ്റ് 1 മിനിറ്റ് പ്രസംഗത്തിന് പകരം 40 മിനിറ്റ് പ്രസംഗം ഫേസ്ബുക്കിൽ ലഭ്യമാണ്. ഇല്ല സർ, നോക്കൂ VPP മുസ്തഫ, ഇതെല്ലാവരും സാധാരണഗതിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ്. ഇതെല്ലാവരും സാധാരണഗതിയിൽ എടുക്കുന്ന ഡിഫൻസ് ആണ്. ഈ പ്രസംഗത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളില്ല. അങ്ങനെയാണെങ്കിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാവുന്നതാണ്. താങ്കളുടെ ആദ്യ ഘട്ടത്തിൽ ജൈവ കൃഷിയെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഉണ്ടാകും. അത് ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ ഗണ്ണിക്കുന്നില്ല. അല്ല നികേഷ്, ഞാൻ CPM-ന്റെ പ്രതിനിധിയാണ്. മുസ്തഫ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെയോ സംസ്ഥാന നേതൃത്വത്തെയോ ഗവൺമെന്റിനെയോ മുഖ്യമന്ത്രിയോ തള്ളിപ്പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ഈ കൊല നടക്കുന്നതിന് 1.5 മാസം മുമ്പുള്ള പ്രസംഗം അടർത്തിയെടുത്തിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല. ന്യായീകരിച്ചിട്ട് പോകൂ. 1.5 മാസം മുമ്പുള്ള പ്രസംഗം എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണ്? 5-ാം തീയതി നോക്കൂ, ജനുവരി 5-ാം തീയതിയാണ് പീതാംബരനും അവിടെ സുരേന്ദ്രനും എതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നത്. അല്ലേ? പിന്നെ 7-ാം തീയതിയല്ലേ സ്വാഭാവികമായിട്ടും പ്രസംഗം ഉണ്ടാവുക. അതെ, ആ അടിയുടെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇരട്ട കൊലപാതകം. അല്ലല്ല, അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഒരു ഭീഷണിയുടെ സ്വരത്തിലെങ്കിലും ഇനി ഒരു പ്രത്യാക്രമണം വരരുത്, കാലുവെട്ടി കൈ വെട്ടി പീതാംബരന്റെ, ഇനി ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പീതാംബരനെ ആക്രമിച്ചതിലൂടെ അവിടുത്തെ പാർട്ടി അനുഭാവികളെയും കുടുംബാംഗങ്ങളെയും ചവിട്ടും തുപ്പും എന്നുള്ള അടിസ്ഥാനത്തിൽ അവരുടെ മൊറയിൽ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായി ആ കോണ്ടെക്സ്റ്റിൽ മുസ്തഫ പ്രസംഗിച്ചതാണ്. നിങ്ങൾ അതിനുവേണ്ടി വേറെ പറയേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നോക്കൂ ശ്രീ ഗോപിനാഥ്, ഇത്രയേ ഉള്ളൂ കാര്യം. മൊറേലെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രസംഗിച്ചത് എന്ന് VPP-യും താങ്കളും പറയുന്നു. ശരി, മൊറേലെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മൊറേൽ എന്താ? കൊലപാതകത്തിലേക്കുള്ള മൊറയിലാണോ നിങ്ങൾ പറയുന്നത്? അല്ലല്ല, അതൊന്നും അതിനങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അല്ല, അതുകൊണ്ടാണല്ലോ പാർട്ടി നേതൃത്വം തിരുത്തി പറഞ്ഞത്. ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതൃത്വവും ഒക്കെ അതിനെ യോജിച്ചില്ലല്ലോ. ഈ ഇരട്ട കൊലപാതകത്തെ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് ചെയ്തത്. എന്താണ് പാർട്ടിക്ക് പറ്റിയ പരാജയം എന്നൊരു അനുഭാവിയുടെ കണ്ണിൽ കൂടി പറയുകയാണ്. ഒന്ന്, ഇത്ര തീക്ഷ്ണമായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ ഒരു വാർത്തകൾ പോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. തീർച്ചയായും എന്തുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടി വന്നു? ഇപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം മാത്രം ചർച്ച ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന രൂക്ഷമായ രാഷ്ട്രീയ സംഘർഷം ഒരു ഇടതുപക്ഷത്തിന്റെ ചുമതലയായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടത്. അവിടെ പരാജയപ്പെട്ടു. 2, ശ്രീ മുസ്തഫ അവിടെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം എന്നിട്ട് ചെന്നപ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. പാർട്ടിയുടെ പരിപാടിക്കും പാർട്ടിയുടെ നയത്തിൻ്റെ സ്പിരിറ്റിനും അർത്ഥത്തിനും അതിൻ്റെ വാക്കുകൾക്കും വിരുദ്ധമാണ്. കാരണം അതിൻ്റെ സന്ദർഭം അടികൊണ്ടിരിക്കുന്ന ജനങ്ങൾ ആകെക്കൂടെ തകരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വാസ്തവത്തിൽ ഒരു പ്രതിഷേധ പ്രസംഗത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മനോധൈര്യം കൊടുക്കുന്നതിന് വേണ്ടി തന്ന കടന്നാക്രമണമായിരുന്നു. അത് പാർട്ടിയുടെ നയവുമായി കൂട്ടിക്കുഴിക്കാൻ പാടില്ല. 2, ഒരു കാര്യം രാഷ്ട്രീയം കൂടി ഞാൻ പറയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്നൊക്കെ പറയാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാൽ ഒരു ഇടതുപക്ഷം ചെയ്യേണ്ടത് പ്രതിരോധിക്കുകയാണ്, അല്ലാതെ പ്രതികാര കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല. അദ്ദേഹം 1.5 മാസം മുമ്പ് നടത്തിയ പ്രസ്താവനയാണ്. അതിനെ ഇപ്പൊ അടർത്തി ഈ കോണ്ടെക്സ്റ്റിൽ കാര്യമല്ല. എന്താണ് ഇത്തരത്തിലുള്ള ഗോപിനാഥ് പറയുന്നതിൽ എനിക്ക് അർത്ഥം മനസ്സിലാകുന്നില്ല. 5-ാം തീയതി പീതാംബരൻ ആക്രമണം, 7-ാം തീയതി അതിനുള്ള പ്രതികാര പ്രസംഗം ഉണ്ടാവും. ഇവിടെ ശ്രീ PM വേലായുധൻ നോക്കൂ, CPM-ന്റെ ജില്ലാ രാഷ്ട്രീയമല്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല, പ്രതികാര കൊല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല. ശരി, ശ്രീ PM വേലായുധൻ ഒരു മിനിറ്റ്. ശ്രീ PM വേലായുധൻ, CPM-ന്റെ നേതൃത്വത്തിന് ഈ കൊലപാതകത്തിൽ പങ്കാളിത്തമില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയുടെ ഈ പ്രസംഗം?
ഇനി CPM ആ നിലയിൽ പീതാംബരനെ തല്ലിയവരെ കൊല്ലുക എന്ന പദ്ധതി ചോദ്യം പൂർത്തിയാക്കട്ടെ. പീതാംബരനെ തല്ലിയവരെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനോ CPM-നോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു കൊലവിളി പ്രസംഗം നടത്തി അവിടെ പോയി കൊല്ലുവോ? മിണ്ടാതിരിക്കുമല്ലേ ചെയ്യുക? പറയാമോ? പറയൂ സാർ. VPP മുസ്തഫയുടെ പ്രസംഗത്തിൽ തന്നെ പറയുന്നു, അദ്ദേഹം ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നു, ഇത് പാർട്ടി നയമാണ്, പാർട്ടി തീരുമാനമാണ്, ആ പാർട്ടി നയമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതെന്ന് VPP മുസ്തഫ ഇപ്പോൾ ഈ ചാനലിൽ പ്രസംഗിക്കുമ്പോൾ അത് സമ്മതിച്ചിരിക്കുന്നു. ഇനി ഇതിന് അങ്ങാപ്പുറം വേറെ എന്ത് വേണം? ഇത് പാർട്ടി നയമാണ്. എതിരാളികളെ വകവരുത്ത, അവരെ കൊന്ന് കൊലവിളിക്കുക എന്നുള്ളത് CPM-ന്റെ നയമാണ്. അത് ആർക്കും തിരുത്താൻ പറ്റൂല. അത് അവർക്ക് തന്നെ തിരുത്താൻ സാധിക്കുള്ളൂ. അത് കോടിയേരിക്കോ പിണറായിക്കോ സാധിക്കില്ല. നമ്മുടെ മുമ്പിൽ ഒട്ടേറെ ഉദാഹരണമുണ്ട്. ഇപ്പൊ മാധവൻകുട്ടി സാറ് എന്ത് പറഞ്ഞാലും ഒരു ഇടതുപക്ഷക്കാരാണെങ്കിലും ചില സമയത്ത് അദ്ദേഹം സത്യം പറയാറുണ്ട്, ചില സമയത്ത് ആ സത്യത്തെ വളച്ചൊളിച്ച് അസത്യജടിലമായ വാക്ക് പ്രയോഗം കൊണ്ട് അതിനെ CPM-യുടെ ആ മൂശയിലേക്ക് കൊണ്ടുവരും. VPP മുസ്തഫ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി നയമാണ്. മനസ്സിൽ ചിന്തിക്കണോ? പ്രതികാര കൊലപാതകം CPM നയമല്ല. അത് കേരളത്തിൽ അറിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താണെന്നുള്ളത് ഇപ്പോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി താങ്കളോട് ചോദിക്കുന്നു, പാർട്ടി നയമാണോ താങ്കൾ പ്രസംഗിച്ചത്? പിന്നെ അവർക്ക് എന്താ നയമല്ലാത്ത? VPP മുസ്തഫ ഉണ്ടോ? VPP മുസ്തഫ കട്ടായി. ഞാൻ നോക്കാം ഒരിക്കൽ കൂടി. VPP മുസ്തഫ അങ്ങനെ പറഞ്ഞു കേട്ടോ. അത് PM വേലായുധന് തെറ്റിയതല്ല. ഞാനും ആ സമയത്ത് ശ്രദ്ധിച്ചു. ഈ കൊലപാതകത്തിന് ശേഷം മാത്രമല്ല, ഒരു കൊലപാതകങ്ങളും പാർട്ടിയുടെ നയമല്ല. അങ്ങനെയല്ല. അല്ലല്ല, തെളിമയാർന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ, ഒരു സാമൂഹ്യ വിമോചനത്തിന്റെ, ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലമുള്ള ആ ആശയം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തർക്കമാണ്. അല്ലല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിന്റെ യോഗികളെ വകവരുത്തേണ്ട കാര്യമില്ല. അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ അഭിപ്രായത്തിന്, ജനങ്ങളുടെ താല്പര്യത്തിനെതിരായ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് താങ്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് കൊണ്ട്, ഒന്ന് VPP മുസ്തഫയെ പോലുള്ളവർ സ്വാഭാവികമായ ഒരു ടെമ്പറമെന്റിൽ അവിടെ പ്രതിഷേധ പ്രസംഗം നടത്തുന്നു. ചന്ദ്രശേഖരൻ എന്ന മന്ത്രി അവിടെ പോകുന്നു. വേണമെങ്കിൽ ഒരുപക്ഷെ CPM-ന്റെ നേതാക്കൾ വരെ പോകാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരുപാട് കൊലപാതകം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഈ രണ്ട് കൊലപാതകത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും മറക്കാനില്ല. ഞങ്ങൾ സുതാര്യമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. ഇനി ഇങ്ങനെ ഒരു അക്രമം നടക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഹൃദയം തുറന്ന് കാണിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ ചെമ്പരത്തി പൂവാണെന്ന് പറയുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു. അല്ല, ആ ഹൃദയം തുറക്കൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ ഹൃദയം തുറക്കൽ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ കണ്ടതാണ് നികേഷ്. ഇത്രയും ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തി ഇത്ര നല്ല തുറക്കൽ വേറെ കണ്ടില്ല. ഇത് തുറക്കലിൽ വെച്ച് നല്ല തുറക്കലാണ്. അത് ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ PP മുസ്തഫ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പാർട്ടിയുടെ നയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ പാർട്ടിയുടെ നയമല്ലാത്തൊരു കാര്യം പ്രസംഗിക്കാൻ കഴിയുകയുമില്ല. ഇനി അല്ല എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നയം മാത്രമേ പ്രസംഗിക്കാൻ കഴിയുള്ളൂ. അയാളൊരു നോട്ട് ലെസ് ദാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകൾക്ക് അതേ പറയാൻ കഴിയൂ. സുരേഷ് ബാബു സാർ, നിങ്ങൾ CPM-നെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വാക്താക്കളാക്കി മാറ്റണ്ട. കൊലപാതക രാഷ്ട്രീയം ഏത് രാഷ്ട്രീയ പാർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അതിനെ തള്ളിപ്പറയും. ആ റിയലൈസേഷൻ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തോടു കൂടി പാർട്ടി വളരെ സീരിയസ് ആയി പറഞ്ഞു. അത് വച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ധാരണയോടുകൂടി പോകാൻ കഴിയാണ്. അല്ലാതെ പോർവിളിയും പിന്നെ ആക്രമണമായിട്ട് വരികയല്ല വേണ്ടത്. ശരി, അങ്ങനെ സമാധാനം ഉണ്ടാവില്ല. അവിടെ സമയക്കുറവുണ്ട്, എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, N. മാധവൻകുട്ടി, KM ഗോപിനാഥ്, PM വേലായുധൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നന്ദി ന്യൂസ് നൈറ്റിൽ സഹകരിച്ചത്. നമസ്കാരം.